ഇപ്പോൾ പ്രണയത്തിൽ നിന്നും പരാശക്തിയിലേക്ക് എന്നെൻ്റെ രണ്ടാമത്തെ ബുക്കിൻ്റെ 9 അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായം ദിവ്യപ്രകാശം 10. അപ്പോൾ ഞാൻ ആദ്യം പറയാം, ഇപ്പോൾ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത് DTP ചെയ്തുകൊണ്ടിരിക്കുമ്പോഴുള്ള കോപ്പിയിൽ നിന്നാണ്. ഞാൻ വായിക്കുന്ന ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിങ് കഴിഞ്ഞ ബുക്കിൽ നിന്നാണ്. ഇപ്പോൾ ചെറിയ അക്ഷരതെറ്റുകളും വരികളുടെ മിസ്സിങ്ങൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഡിജിറ്റൽ ബുക്ക് ആക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ആക്കുന്നതാണ്. ബുക്ക് എല്ലാവരിലേക്കും എത്തിക്കുക, പറ്റിയില്ലെങ്കിലും ബുക്ക് വായിക്കണം എന്നുള്ളവർക്ക് അത് വായിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം. ഇപ്പോൾ ദിവ്യപ്രകാശം എന്ന അധ്യായത്തിൽ എന്താ വരുന്നത് നോക്കാം. ആത്മീയ ആചാര്യന്മാരിൽ 90% പുരുഷന്മാരാണ്. സത്യാന്വേഷികളായാലും പുരുഷന്മാർ തന്നെയാണ് കൂടുതൽ. എന്താണ് സ്ത്രീകൾ കുറഞ്ഞു വരുന്നത്? ഒരു സ്ത്രീ ജനിക്കുന്നത് പൂർണ്ണതയിലാണ്, പക്ഷേ പുരുഷൻ അങ്ങനെയല്ല. പുരുഷൻ അപൂർണനായാണ് ഭൂമിയിൽ പിറക്കുന്നത്. എൻ്റെ സത്യാന്വേഷണം ഏതെങ്കിലും ഗ്രന്ഥങ്ങളുടെയോ സംസ്കാരത്തിൻ്റെയോ പിന്നാലെയായിരുന്നില്ല. സ്വന്തം അനുഭവങ്ങളിലൂടെയും ചിന്തകളിലൂടെയുമാണ് എൻ്റെ അന്വേഷണം. ഒരു സത്യാന്വേഷിക്ക് പ്രകൃതി സത്യത്തിലേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുന്ന രഹസ്യം. ഈശ്വരനെക്കുറിച്ചും പ്രപഞ്ച സൃഷ്ടികളെക്കുറിച്ചും അറിയാൻ ആഗ്രഹിക്കുന്ന മാത്രയിൽ പരാശക്തി നമ്മളെ ആകർഷിച്ചിരിക്കും. പിന്നീടുള്ള യാത്ര പരാശക്തിയുടെ കൂടെയായിരിക്കും. എൻ്റെ അനുഭവങ്ങളിലൂടെയുള്ള വിവരണമാണ് നിങ്ങൾക്ക് നൽകുന്നത്. മനുഷ്യനായി വളരുക എന്ന പുസ്തകം തെറ്റുകൾ തിരുത്തി വീണ്ടും പ്രസിദ്ധീകരിക്കണമെന്ന ചിന്ത ഉപേക്ഷിച്ചു. ബീയിങ് ഹ്യൂമൻ ലൈക്ക് ഇന്ത്യൻ കൾച്ചർ എന്നായിരുന്നു ഇംഗ്ലീഷ് വിവർത്തനത്തിന് വേണ്ടി ഞാൻ കണ്ടെത്തിയ പേര്. പ്രതീക്ഷകൾക്ക് വിപരീതമായി അക്ഷരത്തെറ്റുകൾ എന്നെ പരാജയപ്പെടുത്തി. നിരീശ്വരവാദിയെ പരീക്ഷിക്കുന്ന പരാശക്തിയുടെ ലീലകൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ പിന്നെയും വർഷങ്ങൾ വേണ്ടി വന്നു. ഈശ്വര ദർശനം കിട്ടിയ ചിലരുടെ അനുഭവങ്ങളിൽ അവർ പറയുന്നത്, കണ്ണുകൾ അടച്ചിരിക്കുമ്പോൾ നമ്മുടെ ഇരു കണ്ണുകളുടെയും പുരിക മധ്യത്തിൽ ഒരു ദിവ്യപ്രകാശം വരുമെന്നാണ്. പിന്നീട് എന്താ ഉണ്ടാവുന്നതെന്ന് അനുഭവമുള്ളവരിൽ നിന്നും അറിയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എനിക്കും ഇരു പുരികങ്ങൾക്കും മധ്യത്തിൽ ദിവ്യപ്രകാശം വന്നിട്ടുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 4 പ്രാവശ്യം. 4 പ്രാവശ്യം എന്നല്ല, അതിൽ കൂടുതലുണ്ട്. ആദ്യമായ അനുഭവത്തിൽ പരാശക്തിയെ ഞാൻ കണ്ടു. നിറയെ കൈകളിലെല്ലാം ആയുധങ്ങൾ, ദേഹമാകെ ആടയാഭരണങ്ങൾ, കിരീടം. ആദ്യമായ അനുഭവം. രൂപം വ്യക്തമാകുന്നതിന് മുമ്പ് ഞാൻ പേടിച്ച് കണ്ണു തുറന്നു. ഒന്നുകൂടെ കാണാനുള്ള മോഹം പിന്നെയും കണ്ണുകളടച്ചു. പിന്നെ കണ്ടത് ഗർജിക്കുന്ന ഒരു സിംഹത്തെയാണ്. ഞാൻ കണ്ണു തുറന്നു. കൂടെയുള്ളവർ എന്താ കാര്യമെന്ന് ചോദിച്ചു. അന്ന് സുഹൃത്തുക്കൾ കൂടെ ഉണ്ടായിരുന്നു. കണ്ണുകൾ അടഞ്ഞപ്പോൾ കണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. കൂടെയുള്ള ഒരു ക്രൈസ്തവ സുഹൃത്ത് പറഞ്ഞു, വന്ദേ മാതരം. എൻ്റെ രണ്ടാമത്തെ അനുഭവം എൻ്റെ വീട്ടിലാണ്. എൻ്റെ ഒറ്റനില ടെറസ് വീടാണ്. മുകളിലേക്ക് അകത്തുനിന്ന് ഗോവണിയുണ്ട്. ഒരു ദിവസം കാലത്ത് വീടിന് മുകളിൽ പ്രാണായാമം ചെയ്യുകയായിരുന്നു. ആദ്യമായിട്ടാണ് പ്രാണായാമം ചെയ്യുന്നത്. അഭിയാട്ടൻ യോഗയെക്കുറിച്ച് പറഞ്ഞതിനാലാണ് പ്രാണായാമം ആരംഭിക്കുന്നത്. താഴെ ടിവിയിൽ നിന്നും ഹൈന്ദവമായ ആത്മീയാചാര്യൻ്റെ പ്രഭാഷണം കേൾക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മയില്ലേ. പ്രാണായാമം ചെയ്യുന്നിടത്ത് നിന്നും റൂമിലേക്ക് ടിവിയിലെ പ്രഭാഷണം ഓഫ് ചെയ്യാൻ പോയതാണ്. പക്ഷേ അദ്ദേഹം പറയുന്നത് കേട്ടപ്പോൾ എന്നോട് പറയുന്ന പോലെ എനിക്ക് തോന്നി. ആ പ്രഭാഷണം കേട്ട് കുറച്ച് ഭദ്രാവതി എടുത്ത് ബീഡിയിൽ തെരുത്ത് ഞാൻ കത്തിച്ചു വലിച്ചു. ആചാര്യം പറയുന്ന കാര്യങ്ങൾ കേട്ട് എൻ്റെ കണ്ണുകൾ താനെ അടഞ്ഞു. ശ്രദ്ധ മുഴുവൻ വാക്കുകളിലേക്കും ഇരുപുരിക മധ്യത്തിലേക്കും. ഈശ്വരനെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. എൻ്റെ പുരികങ്ങൾക്കിടയിൽ ആ പ്രകാശം വന്നു. എൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം ആ പ്രകാശത്തിൽ കേന്ദ്രീകരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പക്ഷേ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള പക്വത ഇല്ലാത്ത എനിക്ക് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. ചെവിയിലൂടെ മീൻകാരൻ്റെ അടുത്തുകൂടിയ എൻ്റെ ചേച്ചിയുടെയും അയൽവാസികളുടെയും ശബ്ദം. മനസ്സിൻ്റെ ശ്രദ്ധ പുറത്തേക്ക് പോകുന്നു. ആത്മീയാചാര്യൻ എൻ്റെ ശ്രദ്ധയെ കേന്ദ്രീകരിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ടായിരുന്നു. അങ്ങ് ഭഗവാനാണ്. അങ്ങ് എല്ലാത്തിനും സാക്ഷിയായിരിക്കുന്ന ആത്മാവാകുന്നു. ശരീരമാകുന്ന ക്ഷേത്രവും അതിനുള്ളിലെ ആത്മാവാകുന്ന ക്ഷേത്രജ്ഞനും ഭഗവാനെ അങ്ങ് തന്നെയാണ്. എല്ലാവരുടെയും ഉള്ളിൽ ആത്മാവിരിക്കുന്ന അന്തരാമിയാണ് അങ്ങ്. എൻ്റെ ശ്രദ്ധ ബാഹ്യകാര്യങ്ങളിലേക്ക് പോയി. എനിക്ക് മനസ്സിനെ ബാഹ്യകാര്യങ്ങളിൽ നിന്നും പിൻവലിക്കാൻ കഴിഞ്ഞില്ല. എൻ്റെ കണ്ണുകൾ തുറക്കപ്പെട്ടു. ആത്മീയാചാര്യൻ്റെ അവസാന ശ്രമവും പരാജയപ്പെട്ടു. ദേ ഭഗവാൻ പോയി. ഇതെല്ലാം ഭഗവാന്റെ മായാലീലകളാണ്. ഭഗവാന്റെ കാരുണ്യത്തിനായി നമുക്ക് അപേക്ഷിക്കാനേ കഴിയൂ. 3ാമത്തെ അനുഭവം അഭിയേട്ടൻ്റെ വീട്ടിൽ വെച്ചായിരുന്നു. അവിടെയും
പുരികങ്ങൾക്കിടയിൽ ദിവ്യപ്രകാശം വന്നു. അഭിയാട്ടനും എൻ്റെ ശ്രദ്ധയെ പൂർണ്ണതയിൽ എത്തിക്കുന്നതിൽ നിന്ന് പരാജയപ്പെട്ടു. നാലാമത്തെ അനുഭവം ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഇരിക്കുമ്പോഴാണ്. അവനും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ്. ഞാനും അവനും ഒരു തോടിൻ്റെ അരികിൽ ഇരുന്ന് ഭദ്രാവതി വലിക്കുന്നു. എൻ്റെ കണ്ണുകൾ അടഞ്ഞുപോയിരുന്നു. അടഞ്ഞുപോയ കണ്ണുകളുമായി അവനോട് സംസാരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ദിവ്യപ്രകാശം എൻ്റെ പുരികങ്ങൾക്കിടയിൽ വന്നു. കൂട്ടുകാരൻ ഏതോ സംസാര തുടർച്ചയിൽ തീപ്പെട്ടിയിലെ കൊള്ളികൾ ഓരോന്നായി കത്തിച്ച് താഴെയിടുന്നുണ്ടായിരുന്നു. അവൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ ശ്രദ്ധ ആ പ്രകാശത്തിലായിരുന്നു. അവൻ്റെ കയ്യിലെ തീപ്പെട്ടിക്കൊള്ളികൾ കത്തിത്തീരുന്നതുവരെ ആ പ്രകാശം എന്നിലുണ്ടായിരുന്നു. അന്നും ഞാൻ പരാജയപ്പെട്ടു. മനസ്സിലെ അനാവശ്യ ചിന്തകളായിരുന്നു എന്നെ പരാജയപ്പെടുത്തിയിരുന്നത്. ഒരു ദിവസം നിയന്ത്രണമില്ലാത്ത മനസ്സുമായി ഈശ്വരനെ ധ്യാനിക്കാൻ ഞാൻ പത്മാസനത്തിലിരുന്നു. കണ്ണുകളടച്ച് ദിവ്യപ്രകാശം വരുവാൻ കാത്തിരുന്നു. എനിക്ക് അതുണ്ടായില്ലേ. പക്ഷേ അന്ന് എൻ്റെ ഉള്ളിലെ ആത്മാവാകുന്ന ശിവനെ ഞാൻ കണ്ടു. അദൃശ്യയിൽ ദൃശ്യമായ മഹാദേവൻ, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന മഹാദേവൻ. അഭിയേട്ടൻ്റെ വീട്ടിൽ ഉണ്ടായ അനുഭവം ഒഴികെ ബാക്കി എല്ലാ അനുഭവങ്ങളിലും ഭദ്രാവതിയുടെ ധ്യാനാവസ്ഥ ഉണ്ടായിരുന്നു. പരാശക്തി അവസാനം ആ സത്യം മനസ്സിലായി. ഇവൻ ഈ രീതി ഒരിക്കലും ചേരുന്നതല്ല. പിന്നീട് അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ല. ഇത്രയേറെ അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ എനിക്കും തോന്നി തുടങ്ങി, ഞാൻ ദൈവമാണോ? ആണെങ്കിൽ ഏത് ദൈവം? യഹോവ, കൃഷ്ണൻ, ശിവൻ. ഒരുപാട് നാൾ ഇവരുടെ പിന്നാലെ നടന്നു. ഓരോ ദിവസവും ഞാൻ ഓരോ ദൈവമായിരുന്നു. പള്ളിയിൽ പോയി കുർബാന കേട്ടാൽ ഞാൻ യഹോവയാകും. ശിവൻ്റെയും കൃഷ്ണൻ്റെയും ഭക്തിഗാനങ്ങൾ കേട്ടാൽ ഞാൻ ശിവനോ കൃഷ്ണനോ ആയിത്തീരും. ഒരു വർഷം അങ്ങനെ പോയി. എനിക്ക് എന്തൊക്കെയോ പ്രത്യേകത ഉണ്ടെന്ന് അഭിയാട്ടൻ്റെയും ജയൻചേട്ടൻ്റെയും വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ജയൻചേട്ടൻ ഒരു ആത്മീയ ആചാര്യനാണ്. ഭാരതത്തിൽ കാണുന്ന പോലെ അനുയായികൾ ഉള്ള ആചാര്യനല്ല. ആത്മാവിനെ അറിഞ്ഞ് ആത്മാവിൽ ചലിക്കുന്ന ആത്മീയ ആചാര്യൻ, ഒരു പച്ചയായ മനുഷ്യൻ. സത്യത്തെ ഒരിക്കലും കൂട്ടം കൂടി കണ്ടെത്തുവാൻ കഴിയില്ല. പരമമായ സത്യം ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളായിരിക്കും നൽകുന്നത്. അവസാനം ഞാൻ സത്യം തിരിച്ചറിഞ്ഞു. ഞാൻ ദൈവമല്ല. ഈശ്വരൻ എന്നിലൂടെ എന്തൊക്കെയോ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പതിയെ ഒരു രഹസ്യം കൂടി മനസ്സിലാക്കി. ഞാൻ ഈശ്വരനോട് സംസാരിക്കാറുണ്ടായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് കഞ്ചാവ് വലിക്കാനാണ് ഇഷ്ടം. കാരണം അനാവശ്യമായി സംസാരിക്കുന്നത് എനിക്കിഷ്ടമായിരുന്നില്ല. കൂടെ നടക്കുന്നവർ കഞ്ചാവ് വലിച്ചിട്ട് ഒരു കാര്യവുമില്ല. അവരുടെ ഇന്നലകളിലെ കഥകൾ കേൾക്കുന്നതിലും നല്ലത് ഒറ്റയ്ക്കിരിക്കുന്നതായിരുന്നു. ചിലപ്പോൾ 2-3 മണിക്കൂർ ഞാൻ ഒറ്റയ്ക്കിരിക്കാറുണ്ട്. ഒറ്റയ്ക്കായാലും കൂടെ സംസാരിക്കാൻ ഉള്ളിൽ ഒരാൾ ഉണ്ടായിരുന്നു. എൻ്റെ എല്ലാ സംശയങ്ങൾക്കുമുള്ള ഉത്തരം ലഭിച്ചിട്ടുള്ളത് ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ്. എൻ്റെ എല്ലാ സംശയങ്ങൾക്കും ഉത്തരം നൽകിക്കൊണ്ട് എൻ്റെ ഉള്ളിൽ തന്നെ ഈശ്വരനുണ്ടായിരുന്നു. ഈശ്വരൻ ഉണ്ടെന്നും ഈശ്വരൻ എൻ്റെ കൂടെ ഉണ്ടെന്നും എനിക്ക് വ്യക്തമായി. പക്ഷേ ഈശ്വരൻ ആരാ എന്ന് മാത്രം മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ ദിവ്യപ്രകാശം എന്നുള്ള അധ്യായം കഴിഞ്ഞു. അടുത്ത അധ്യായം എന്ന് പറയുന്നത് ഈശ്വരനിശ്ചയം. അപ്പോൾ അതോടുകൂടി ഈ പുസ്തകം കഴിയും. ഈശ്വരനിശ്ചയം 2 പേജുള്ളൂ.